ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂരത്തിന് കൊടിയേറി മക്കളെ, നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു സുന്ദര നിമിഷമാണ് ഇനി നമ്മുടെ എപ്പിസോഡുകളിൽ വന്ന് നിറയാൻ പോകുന്നത്. മിഥുൻ എന്ന് പറയുന്ന പേരും കള്ളൻ്റെ തനി സ്വരൂപം മിത്ര തിരിച്ചറിയുന്നു. മിത്രയാണെന്നുണ്ടെങ്കിൽ ആരും പറഞ്ഞ കാര്യങ്ങൾ നാഴികയ്ക്ക് 40 വട്ടവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആര്യൻ്റെ പേരും മിത്ര പറയുന്നത് കേൾക്കും തോറും മിഥുൻ എന്ന് പറയുന്ന പേരും കള്ളന് ഭയങ്കര കലിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ബാലൻ എന്ന് പറയുന്ന നല്ലവനിൽ നല്ലവനായ ആ വ്യക്തിയെക്കുറിച്ച് കൃഷ്ണമംഗലത്തുകാരെല്ലാവരും ഇപ്പോൾ എന്താ പറയുന്നത്, വല്ലാത്തൊരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരാപത്ത് വന്നപ്പോൾ അയ്യോ എന്ന് പറയാൻ, അല്ലെങ്കിൽ ആ ഒരു കൂടെ നിൽക്കാൻ ബാലൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമൂഹം മുഴുവൻ ഒറ്റപ്പെടുത്തിയപ്പോഴും അവരുടെ എല്ലാവരുടെയും മുന്നിൽ ഇവരുടെ അഭിമാനം പിടിച്ചു നിർത്താൻ നമ്മുടെ ബാലൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരുപാട് ബാലേട്ടൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ആ ഒരു വിഷമത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണ് അവിടെ നമ്മുടെ മിത്രയും അതുപോലെ തന്നെ മിഥുനും കൂടി റൂമിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന, പോകുന്നതിനെ പറ്റിയും പോയി താമസിക്കുന്നതിനെ പറ്റിയും ജോലിയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മിത്രയുടെ വീട്ടിലേക്ക് താമസം മാറ്റാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ മിത്രയ്ക്ക് കാര്യം മനസ്സിലായി, ഇവനൊരു അനങ്ങാക്കള്ളനാണെന്നുള്ളത്. ഏതായാലും മിത്രയെ അവിടെ ഇരുത്തിയിട്ട് ഇവൻ വാഷ്റൂമിലേക്ക് എന്നിട്ട് നീ ഇവിടെ ഇരിക്കും, ഞാനിപ്പോൾ വരാൻ നോക്കുന്നിട്ടൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് വാഷ്റൂമിൽ പോകാമെന്നും പറഞ്ഞു. അങ്ങനെ വാഷ്റൂമിൽ പോകാമെന്നും പറഞ്ഞിട്ട് പോയിട്ട് വരാമെന്നും പറഞ്ഞ് മിത്രയെ അവിടെ ഇരുത്തി. അപ്പം മിത്രയ്ക്ക് ഇവൻ്റെ ഈ ഒരു പരുങ്ങലും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ മൊത്തത്തിലൊരു സംശയം. കാരണം ഇവൻ ഈ ബാഗ് കങ്കാരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് പോലെ കൊണ്ട് നടക്കുന്നു, നിലത്ത് വെക്കുന്നില്ല, എന്തൊക്കെയോ ഒരു മിസ്റ്റേക്കുകൾ നമ്മുടെ മിത്രയ്ക്ക് തോന്നുക. അപ്പം മിത്രയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഈ ബാഗ് അവിടെ വെച്ചിട്ട് പോകുന്ന നേരം കൊണ്ട് ഇത് തുറന്നു നോക്കി കൈയിട്ട് നോക്കി വാരിയെടുത്തപ്പം മിത്രയുടെ സ്വർണ്ണങ്ങളും പൈസയും ഒക്കെ ഇത് കണ്ട് മിത്ര ഞെട്ടിപ്പോയി. മിത്ര ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവൻ്റെ കയ്യിൽ ഇത്രയും വലിയൊരു കള്ളത്തരം ഉണ്ടെന്ന്. ഇതും എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മിത്രയെ കണ്ടുകൊണ്ട് ഇവൻ ജീവൻ പണയം വെച്ച് ഓടി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പം കണ്ടു ഇത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മിത്രയെ. ഇതെന്താ മിഥുനെന്ന് ചോദിച്ചു. ഇത് പിന്നെ നിന്റെ സ്വർണ്ണം നമുക്ക് ജീവിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആഹാ, അപ്പോൾ ഇതൊക്കെ മോഷ്ടിച്ചുകൊണ്ടാണ് നീ അവിടെ നിന്ന് പോകുന്നതല്ലേ, അപ്പം നീ ഒരു കള്ളനായിരുന്നല്ലേ. എന്നോട് ആര്യൻ 100 വട്ടം പറഞ്ഞതാ നീ ഒരു പെരും കള്ളനാണ്, ക്രിമിനലാണെന്ന്. അതൊന്നും ഞാൻ വിശ്വസിക്കാതെ നിനക്ക് വേണ്ടി അവൻ്റെ മുന്നിൽ വാദിച്ചവളാണ് ഞാൻ. നീ എന്നെ ചതിക്കായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അതേടി, പിന്നെ പൈസയും സ്വർണ്ണമൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? നീ ആര്യൻ പറഞ്ഞതാണ് സത്യം എന്ന് മനസ്സിലാക്കിയെങ്കിൽ നീ പോയി ആര്യനെ കെട്ടി ജീവിക്കുക, എനിക്ക് നിന്നെ വേണ്ടെന്ന് മിഥുൻ മിത്രയോട് പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മിത്ര ഞെട്ടി. എൻ്റെ ഒരു തരി സ്വർണം പോലും നിനക്ക് തരില്ലടാ, നിന്നെപ്പോലെ ഒരു ദുഷ്ടനെ കൊണ്ടുപോകാനുള്ളതല്ലെന്നും പറഞ്ഞുകൊണ്ട് മിത്ര ഇതിങ്ങനെ പിടിച്ചു വലിക്കും. അപ്പോഴത്തേക്ക് ഇവൻ മിത്രയായിട്ട് ഉന്തും പിടി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും ഒക്കെ കൂടുന്നുണ്ട്. അങ്ങനെ ഉന്തും തള്ളും കൂടി ഇവൻ മിത്രയെ പിടിച്ച് തള്ളി. മിത്രയാണെന്നുണ്ടെങ്കിൽ പോയി അലച്ച് തള്ളി കട്ടിലേക്ക് വീണു. അപ്പോഴേക്കും ഉള്ളതെല്ലാം കൂടി ഇവൻ എടുത്തിട്ട് ഇവൻ്റെ ബാഗിലേക്കാക്കി ഇവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുക. മിത്ര പിന്നാലെ ഓടുവാണ്. അപ്പോൾ ഇവരുടെ ഈ ഓട്ടവും ബഹളവും കാര്യങ്ങളും ഇതെല്ലാം അവിടെ നിന്ന് നമ്മുടെ ശങ്കറിൻ്റെ അമ്മ കണ്ടു. ശങ്കറിൻ്റെ അമ്മ കണ്ടിട്ട് അമ്മ ഓടിച്ചെന്ന് മോനോടും ശങ്കറിനോടും കാവ്യയോടും കാര്യം പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് അതൊക്കെ തോന്നിയതായിരിക്കും, അവർ വേറെ എന്തെങ്കിലും സിറ്റുവേഷനിലൂടെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇല്ല മോനെ, എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവൻ ആ പെങ്കൊച്ചിനോട് എന്തോ കാണിച്ചിട്ടുണ്ട്, അവർ ആ പെങ്കൊച്ചിനെ പറ്റിക്കുകയോ എന്തോ ചെയ്താണ്, നിങ്ങളൊന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇവരുടെ പിന്നാലെ പോവുക. പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ. മിഥുനാണെങ്കിൽ ഫ്രണ്ടിൽ മിത്രയുടെ സ്വർണ്ണമായിട്ട്, മിത്രയാണെന്നുണ്ടെങ്കിലോ ഇവൻ്റെ പിന്നിൽ. അങ്ങനെ ഇവർ ഓടി റോട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനെ കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മിത്രയ്ക്ക് പിടികിട്ടി. മിത്രയാണെന്നുണ്ടെങ്കിൽ ഇവനെ കയറി പിടിച്ചിട്ട് ഇവൻ്റെ കയ്യിലെപ്പിടുത്തം കിട്ടി. പിടിച്ച് വലിച്ചപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഉരുണ്ട് പിടച്ച് വീണപ്പം മിത്ര വിചാരിച്ചു എന്നാൽ ഇവൻ സ്വർണ്ണം അങ്ങ് തിരിച്ചെടുക്കാമെന്നാണ് മിത്ര വിചാരിക്കുന്നത്. മിത്ര എന്നിട്ട് അതിൽ പിടിച്ചു വലിച്ചു, ഈ ബാഗെ പിടിച്ചു വലിച്ചപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ അവിടെ നിന്ന് മിത്രയെ ഒരൊറ്റ തള്ളു. അപ്പം മിത്ര പുറകോട്ട് പോയി വീണു. അങ്ങനെ മിത്ര പോയി വീണു കഴിഞ്ഞപ്പോൾ ഇവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഇവൻ ബാഗ് കൊണ്ട് ഇവൻ സ്റ്റാൻഡ് വിട്ടു. ഇവൻ അവിടെ നിന്ന് ഓടി. പിന്നെ പൊടി പോലും ഇല്ല, അവൻ്റെ മഷി ഇട്ട് നോക്കിയാൽ പോലും അവനെ കാണത്തില്ലാത്ത രീതിയിൽ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. ആ സമയത്താണ് നമ്മുടെ മിത്രയെല്ലാം തകർന്നിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവർ റോട്ടിലേക്ക് ഇറങ്ങി ഓടിയ സമയത്തിന് മിത്രയും ഇവനും എങ്ങോട്ടാണ് പോയതെന്ന് ഒരു നിമിഷത്തേക്ക് കാവ്യയ്ക്കും അതുപോലെ ശങ്കറിനും മനസ്സിലായില്ല. അപ്പോഴേക്കും വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് അങ്ങോട്ട് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. അവരെന്നിട്ട് ഇങ്ങനെ ആകെ വല്ലാടായിട്ട് നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ മിത്ര ഈ വലിയ കൊടും ചതി തിരിച്ചറിഞ്ഞ് ഇവൻ തന്നെ പറ്റിച്ചു, തൻ്റെ സ്വർണവും പൈസയും ഒക്കെ ആയിട്ട് അവൻ മുങ്ങിയെന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇനി തനിക്ക് എന്താ, ഇനി തൻ്റെ ജീവിതത്തിൽ തനിക്കൊന്നുമില്ല, താൻ പെരുവഴിയിലായി. അതുപോലെ തന്നെ ഇനി താൻ ജീവിച്ചിരുന്നിട്ട് അച്ഛനെയും അമ്മയെയും കുടുംബത്തെയും ഒക്കെ ചതിച്ച ഞാൻ ഈ ഭൂമിക്ക് തന്നെ ഭാരമായി, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അവകാശമല്ല അല്ലെങ്കിൽ യോഗ്യമല്ല എന്നൊക്കെ മിത്ര അവിടെ നിന്ന് സ്വയം ചിന്തിക്കുക. എന്നിട്ട് ആര്യൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആലോചിക്കുക കേട്ടോ. ഇപ്പം ഏത് നേരവും ആര്യൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയാണ് മിത്ര ആലോചിക്കുന്നത്. മിത്രയുടെ ആ ഒരു ചിന്തയിൽ ഇപ്പോൾ ആര്യൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്തായാലും നമ്മുടെ ആര്യൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് മനസ്സിലാക്കി
ഇതുപോലൊരു ചതിയൻ്റെ കയ്യിൽ വന്ന് പെട്ടുപോയി, തൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണ്ണം എല്ലാം അവൻ അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ഇതെല്ലാം കൂടെ ആലോചിച്ച് തലയ്ക്ക് ഭ്രാന്ത് കയറി ഇനി താൻ ജീവിച്ചിരുന്നിട്ട് അതിനർത്ഥമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മിത്ര നേരെ മരണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. മരണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയ മിത്ര പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഗുരുവായൂർ ആ അമ്പലക്കുളത്തിലേക്കാണ്. ആ കുളത്തിലേക്ക് പോയി നിന്നിട്ട് കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കാൻ വേണ്ടി കുളത്തിലേക്ക് എടുത്ത് ചാടുക. അപ്പോഴേക്കും അവർ, അതായത് നമ്മുടെ ശങ്കറും കാവ്യൊക്കെ അവിടുന്ന് ഓടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒരു മിന്നായം പോലെ അവർ കണ്ടു. എന്നിട്ട് മിത്രയുടെ പിന്നാലെ ഓടി. അപ്പോൾ മിത്ര അങ്ങോട്ട് പോകുന്ന അവർ കണ്ടു. ആ പിറകെ ഇവർ ഓടി. പക്ഷെ ആദ്യം കുളത്തിൻ്റെ അരികിൽ ചെന്നത് മിത്രയാണ്. മിത്ര എന്നിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് കണ്ണനെ വിളിച്ചിട്ട്, ഞാൻ ചെയ്ത സമസ്ത അപരാധങ്ങൾക്കും എന്നോട് പൊറുക്കണേ കണ്ണ, എൻ്റെ എടുത്തുചാട്ടം കൊണ്ട് എനിക്ക് തിരുത്താൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു, എല്ലാവരും എന്നോട് പറഞ്ഞു തന്നതാണ്, പക്ഷേ ഞാനതൊന്നും കേട്ടില്ല. എൻ്റെ കുടുംബത്തെ ഞാൻ ചതിച്ചു, അവരുടെ അഭിമാനം ഞാൻ നശിപ്പിച്ചു. അപ്പം അതിനെനിക്ക് കിട്ടിയ ശിക്ഷയാണ്. ഇനിയും ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല, എൻ്റെ കുടുംബത്തിനും എൻ്റെ വീട്ടുകാർക്കും ഞാനൊരു ഭാരമാവില്ല. അങ്ങനെയൊക്കെ സ്വയം ചിന്തിച്ച് അല്ലെങ്കിൽ കണ്ണനോട് പറഞ്ഞിട്ട് ഞാനങ്ങ് വരിക കണ്ണാ എന്നും പറഞ്ഞുകൊണ്ട് ഈ കുളത്തിലേക്ക് നമ്മുടെ മിത്ര എടുത്തൊരൊറ്റ ചാട്ടം. അപ്പോഴേക്കും അവരവിടുന്ന് ഓടി വരുക കേട്ടോ. മിത്ര അങ്ങ് ചാടി. അങ്ങനെ കുമളകൾ ഇട്ടിട്ട് നമ്മുടെ മിത്ര താഴേക്ക് പോയി. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഓടി വരികയാണ്. ആ കുട്ടി എന്താ വിവേകമൊക്കെ കാണിച്ചത്, ശങ്കർ കാവ്യ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. മിത്ര അവസാനിച്ചു, മിത്ര മരിച്ചു എന്ന് തന്നെ ഇവർ വിധി എഴുതി. അങ്ങനെ മിത്ര ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ മാധവൻ അതിലെ വരുന്നു. മാധവൻ അതിലെ വന്നപ്പം മിത്ര കിടന്ന് മുങ്ങി ഇങ്ങനെ താണുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മാധവൻ വന്നു. അപ്പോൾ ഇവർ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. അങ്ങോട്ടൊരു പെൺകുട്ടി എടുത്ത് ചാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ കണ്ണിൽ നമ്മുടെ മാധവനും ആ കുളത്തിലേക്ക് എടുത്ത് ചാടുക. അപ്പോൾ മാധവനും കുളത്തിലേക്ക് എടുത്ത് ചാടി. മുങ്ങിപ്പോയ മാധവൻ പിന്നെ പൊങ്ങി വരുന്നത് നോക്കുമ്പോൾ മാധവൻ ഇങ്ങനെ പൊങ്ങി വരുന്നു. ഈ സമയത്ത് മാധവൻ്റെ കൈകളിൽ ഇങ്ങനെ നമ്മുടെ മിത്ര കിടക്കുന്നു. ആ മിത്രയെ, ആ മാധവനെയൊക്കെ കണ്ടപ്പോൾ അവർ കാവ്യയും അതുപോലെ ശങ്കറും ഭയങ്കര സന്തോഷവും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ പെൺകുട്ടിയുടെ ജീവിതം പൊലിഞ്ഞു പോയില്ലല്ലോ, അത് മരിച്ചില്ലല്ലോ, അത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ അവരങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഒരു മരണത്തിനും മിത്രയെ വിട്ടുകൊടുക്കാതെ മിത്രയുടെ തലയിൽ വരച്ചിരിക്കുന്നത് പോലെ തന്നെ മിത്രയുടെ ജീവിതത്തിൽ മിത്രയുടെ പങ്കാളിയാകേണ്ടത് ആരാണോ അയാൾക്ക് തന്നെ മിത്രയെ കൊടുക്കാനായിട്ട് നമ്മുടെ മാധവൻ, അതായത് നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ മിത്രയെ ആ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് കൊണ്ടുവരുന്നു. അങ്ങനെ പെരുവഴിയിലായ നമ്മുടെ മിത്രയെ മരണത്തിൽ നിന്നും കൈ പിടിച്ച് കയറ്റി കരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. ഇനി അങ്ങോട്ട് മിത്രയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പ്രവചനാതീതമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കണ്ണനെ വിളിച്ച് നമ്മുടെ ഗോമതി പ്രാർത്ഥിച്ചതൊന്നും വെറുതെ ആകുന്നില്ല. ഗോമതി മിത്രയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ മാധവൻ ആയിട്ട് ഗുരുവായൂരപ്പൻ വന്ന് അവൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരാളെ തന്നെ അവളുടെ ജീവിതത്തിൽ അവൾക്ക് കിട്ടും എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഓരോ നിമിഷവും നമ്മൾ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് മിത്രം ആരിൻ്റെയും അല്ലെങ്കിൽ അവരുടെയൊക്കെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്നത് എന്നറിയാനായിട്ട് കാത്തിരിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ ടേക്ക് കെയർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.